എനിക്ക് കല്യാണപ്പുടവ എടുക്കാൻ പോവാന്ന്. അതിന് ഞാനിപ്പോ എഴുന്നേറ്റ് ഓടണം. നിങ്ങൾ ഓടുകയും ചാടിയും ഒന്നും വേണ്ട. നാളെ ഞാൻ അവിടേക്കൊന്ന് പോകുന്നുണ്ട്. ഓ, ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നു. അവിടേക്ക് നിന്നെ ആരെങ്കിലും ക്ഷണിച്ച? എന്നെ ക്ഷണിക്കുന്ന എന്തിനാ? ഞാൻ ചെന്ന് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. എല്ലാ കാര്യങ്ങളും അപ്പോ അമൃത എന്നെ വിളിച്ച് പറയുന്നുണ്ട്. ശ്യാമളെ, ആവശ്യമില്ലാത്ത ബാധ്യതകളൊന്നും തലയിലെടുത്ത് വയ്ക്കണ്ടെന്ന് 2 ദിവസം മുന്നേ കൂടി ഞാൻ നിന്നോട് പറഞ്ഞതാ. നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല. കല്യാണ ഡ്രസ്സൊക്കെ അവര് തന്നെ പോയി എടുത്തോളൂ. അതിനുള്ള സാമർഥ്യമൊക്കെ അവർക്കുണ്ട്. നിങ്ങളോട് കെട്ടി എഴുന്നള്ളാൻ പറഞ്ഞില്ലല്ലോ. എന്റെ പിള്ളേരുടെ കാര്യത്തിന് ഞാൻ പോവും. വേണ്ട, അവിടെ ചെന്ന് നിനക്ക് കുറച്ച് കാശ് കളയാനല്ലേ. അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്വന്തം കാശാ ഞാൻ ചെലവാക്കുന്നത്. അതിൽ ഇടപെടരുതെന്ന് ഞാൻ ചേട്ടനോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാ. നിന്റെ തീരുമാനങ്ങളൊന്നും നടക്കില്ല ശ്യാമളെ. നീ നാളെ പോകില്ല. പോകും. എത്ര തടഞ്ഞാലും ഞാൻ പോകും. ഇങ്ങനെ പോയാ പിന്നെ നീ വീട്ടിലേക്ക് കയറില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കില്ലേ നിങ്ങള്? ഞാൻ വേണ്ടാത്തതിനൊന്നും അല്ല ഇവിടുന്ന് പോകുന്നത്. എന്റെ ആങ്ങളയുടെ മോടെ കല്യാണത്തിന്റെ കാര്യത്തിനാ. അതിന് പോയിട്ടേ ഞാൻ ഇങ്ങോട്ട് തന്നെ വരൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ എന്നെ അങ്ങ് ചെയ്യേ. ഈ വാശിക്ക് നീ അനുഭവിക്കും ശ്യാമളെ. വരുന്നുണ്ട്. എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? 1-2 അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. എന്ത് അത്യാവശ്യങ്ങള്? ഇതെന്താ നീ ഇങ്ങനെ ചോദിക്കുന്നേ? കല്യാണമല്ലേ, അതിനു മുമ്പേ പാടത്തെ പറമ്പിലെയും കാര്യമൊക്കെ ഒതുക്കി വെക്കണ്ടേ? പാടത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. പറമ്പിലെ കാര്യം എനിക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് തെങ്ങിൻ തോപ്പിന്റെ കാര്യം. തെങ്ങിൻ തോപ്പിന് എന്ത് പറ്റി? കേട്ടില്ലേടാ? അച്ഛനെന്തിനാ നമ്മുടെ തെങ്ങിൻ തോപ്പ് പാടത്തിന് കൊടുത്തത്? ഒന്നിച്ച് 5.5 ലക്ഷം രൂപ കിട്ടേണ്ട എന്ത് അത്യാവശ്യം അച്ഛനുണ്ടായിരുന്നത്? ചില കാര്യങ്ങളുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങള്? അത് എനിക്ക് കൂടി അറിയണം. എന്തിന് തെങ്ങിൻ തോപ്പ് പാട്ടത്തിന് കൊടുത്തു? ആ കാശ് എവിടെ? ആ കാശ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതൊന്നും നീ അറിയണ്ട. ഇവിടുത്തെ കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. നീ അത്ര അറിഞ്ഞാ മതി. പോരാ. ഭർത്താവ് കാശ് എവിടെയൊക്കെ ചെലവാക്കുന്നു ഭാര്യയായ എനിക്കറിയണം. സകല കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു വെച്ചാ. ലീസിന് തെങ്ങിൻ തോപ്പ് കൊടുത്ത് അച്ഛൻ കാശ് വാങ്ങിച്ചത് അമൃതയ്ക്ക് കൊടുക്കാനല്ലേ? അവരെ സഹായിക്കാൻ വേണ്ടിട്ടല്ലേ? നിങ്ങൾ ഉത്തരം പറ. 5.5 ലക്ഷം കൊണ്ട് കൊടുത്ത പഞ്ചരത്നത്തില് കൊടുത്തു. കല്യാണ ആവശ്യത്തിന് ആ കുഞ്ഞുങ്ങൾ കാശിന് ബുദ്ധിമുട്ടായിരിക്കാൻ വേണ്ടി അമ്മാവനായി ഞാൻ കൊണ്ടുകൊടുത്തു. എന്റെ കടമയത്, എന്റെ ഉത്തരവാദിത്വം. എന്ത് കടമ? എന്ത് ഉത്തരവാദിത്വം? എന്നോടും എന്റെ മക്കളോടും ഇല്ലാത്ത എന്ത് സ്നേഹ നിങ്ങൾക്ക് അവരോടുള്ളത്? അവരെനിക്ക് മക്കളെ പോലെയാ. മക്കള് അവരെ അവരുടെ അച്ഛൻ തിരിഞ്ഞു നോക്കാത്തിടത്തോളം കാലം ആ ഉത്തരവാദിത്വം കൂടി എനിക്കാ. അത് ഞാൻ ചെയ്യും. സമ്മതിക്കില്ല. പെങ്ങളുടെ മക്കൾക്ക് 1 രൂപ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവരെ സ്നേഹിക്കാൻ സമ്മതിക്കില്ല. അവരുടെ കാര്യങ്ങൾ നോക്കാനും ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ഭ്രാന്താമ്പികെ. നിന്നെ വല്ല മാനസിക രോഗാശുപത്രിയിലാക്കുന്നതാ നല്ലത്. അതെ, എനിക്ക് ഭ്രാന്താ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്റെ മുഴുവൻ ഭ്രാന്ത്. എന്താ അമ്മേ? എന്തു പറ്റി അച്ഛാ? എന്താ ഏട്ടാ? അച്ഛൻ തോപ്പ് ലീസിന് കൊടുത്തത് നീ പറഞ്ഞതല്ലേ? അതിന്റെ കാര്യം പറഞ്ഞതാ. എന്തായാലും അതിപ്പോ കൊടുത്തോയില്ലേ? ഇനി അതിന്റെ പേരിൽ ഇവിടെ വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? വഴക്കല്ല, ഇതെന്റെ ജീവൻ വെച്ചുള്ള കളിയാ. അമ്മേ, ഇതെന്താ? 5.5 ലക്ഷം രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കത്തും. എന്റെ ശവം കാണും നിങ്ങള്. കല്യാണത്തിന് പകരം എന്റെ ശവം അടക്കം നടക്കട്ടെ ഇവിടെ. പറ, പെങ്ങടെ മോക്ക് കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിച്ച് തരുമോ എനിക്ക്? അല്ലെങ്കിൽ മരിക്കും ഞാൻ.
മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. തീപ്പെട്ടി എടുക്കാൻ മറന്നു നീ. ദാ ഇത് വെച്ചോ. ആകാശേ, പുറത്തോട്ടിറങ്ങി നിൽക്കാൻ പറ, അല്ലെങ്കിൽ വീട് കത്തും.